മൗര്യ സാമ്രാജ്യം ഭാരതത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ പ്രാചീന സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് മൗര്യ സാമ്രാജ്യം. മഗധയുടെ രാജാവായ ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഇത്. അദ്ദേഹം മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്താണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ ഭാരതത്തിൻ്റെ ആദ്യ ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് കൗടില്യൻ. കൗടില്യൻ്റെ സഹായത്തോടു കൂടിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം കീഴടക്കിയത്. BC 321 മുതൽ BC 185 വരെയായിരുന്നു മൗര്യന്മാരുടെ കാലഘട്ടം. ചന്ദ്രഗുപ്ത മൗര്യൻ മുതൽ അശോകൻ വരെ മൗര്യ സാമ്രാജ്യത്തിൽ പ്രധാനമായും 3 ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. ആകെ 3 ഭരണാധികാരികൾ എന്നല്ല, പ്രധാനപ്പെട്ട 3 ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. 93 വർഷമാണ് മൗര്യ സാമ്രാജ്യം ഭരണം നടത്തിയിരുന്നത്. ധനനന്ദനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിലേറിയത്. യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്തു നൽകിയ ഭരണാധികാരിയാണ് സെല്യൂക്കസ് നിക്കേറ്റർ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലേക്ക് സെല്യൂക്കസ് നിക്കേറ്റർ അയച്ച ഗ്രീക്ക് അംബാസഡറാണ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്തൻ്റെ ഭരണത്തെപ്പറ്റി വിവരണങ്ങൾ നൽകുന്ന പ്രാചീന ഗ്രന്ഥമായിട്ടുള്ള ഇൻഡിക്ക രചിച്ചത് മെഗസ്തനീസാണ്. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വൈദേശിക കൃതിയും ഇൻഡിക്ക തന്നെയാണ്. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. മെഗസ്തനീസിന് ശേഷം മൗര്യ സദസ്സിലെത്തിയ ഗ്രീക്ക് അംബാസഡറാണ് ഡയമക്കോസ്. മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്ത മൗര്യനാണ് പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ആരംഭിച്ചത്. ശ്രാവണ ബൽഗോളയിൽ വെച്ചിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അന്ത്യം. ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനമായി അനുഷ്ഠിച്ച വ്രതം സല്ലോഖാന വ്രതമാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിസഭ മന്ത്രി പരിഷത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ